ഗുജറാത്തിൻ്റെ സമുദ്ര വിസ്മയങ്ങൾ തേടി. ഗുജറാത്തിലെ സമുദ്ര വിസ്മയങ്ങളായ നിഷ്കളങ്ക് മഹാദേവ്, സ്തംഭേശ്വർ മഹാദേവ് എന്നീ പുണ്യഭൂമികൾ സന്ദർശിക്കുവാനുള്ള ആഗ്രഹമാണ് ഈ യാത്രയുടെ ചാലകശക്തി. അതിനായി ഞാനും സുഹൃത്തായ ശ്രീ ഹരിപ്രസാദും കൂടി കൊച്ചിയിൽ നിന്നും മുംബൈയിലേക്കും അവിടെ നിന്ന് ഗുജറാത്തിലെ ജാംനഗർ എയർപോർട്ടിലും എത്തി. ഞങ്ങളുടെ സാരഥിയായ മനീഷിൻ്റെ വാഹനത്തിൽ ദ്വാരകയിലേക്കാണ് ആദ്യം പോയത്. ദ്വാരകാധീശനെ കണ്ടുവണങ്ങി പിറ്റേന്ന് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നതും ഭഗവാൻ ശ്രീകൃഷ്ണൻ രുക്മിണി സമേതം താമസിച്ചിരുന്ന പുരാതനമായ മന്ദിരങ്ങൾ നിലകൊള്ളുന്ന ഒരു ദ്വീപായ ബെയ്ത്ത് ദ്വാരകയിലേക്ക് സമുദ്രത്തിലൂടെ യാത്ര ചെയ്തപ്പോൾ ഈ കടലിനടിയിൽ കിടക്കുന്ന ദ്വാരകാപുരിയുടെ അവശിഷ്ടങ്ങൾ മനസ്സിൻ്റെ അഭ്രപാളിയിൽ നിറഞ്ഞു നിൽക്കുകയും ഈ ജന്മം ആ വിസ്മയങ്ങൾ കാണാൻ പറ്റുമോ എന്നുള്ള ആശങ്കകളിലും കൂടി കടന്നുപോയി. ദ്വാരകയുടെ പല ഭാഗങ്ങൾ കണ്ടും അറിഞ്ഞും പിന്നീട് ഗുജറാത്തിലെ വെരാവൽ ജില്ലയിലുള്ള 12 ജ്യോതിർലിംഗങ്ങളിൽ പ്രഥമമായ സോമനാഥിലെത്തി. സോംനാഥിൽ നിന്നുമാണ് സമുദ്രം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വിസ്മയങ്ങൾ തേടിയുള്ള ഞങ്ങളുടെ യാത്രയ്ക്ക് തിരിതെളിയിച്ചത്. സോംനാഥിൽ നിന്നും പ്രാതൽ കഴിച്ച് ഏകദേശം 11 മണിക്ക് ഭാവ്നഗറിലെത്തണമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. ഗുജറാത്തിൻ്റെ കിഴക്ക് പടിഞ്ഞാറൻ അതിർത്തികളെ ബന്ധിപ്പിക്കുന്ന പാത വഴിയാണ് ഞങ്ങളുടെ യാത്ര. ഭാവ്നഗർ ജില്ലയിലാണ് നിഷ്കളങ്ക് മഹാദേവ് സ്ഥിതി ചെയ്യുന്നത്. വേലിയേറ്റ വേലിയിറക്കങ്ങൾക്കനുസരിച്ച് സമുദ്രവും തീരവും മനുഷ്യനും നിഷ്കളങ്ക് മഹാദേവനെ സന്ദർശിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഒരു മഹാവിസ്മയം നമ്മെ സ്തബ്ധരാക്കുന്ന നേർക്കാഴ്ച നമുക്കവിടെ കാണാൻ കഴിയും. ഗുജറാത്തിൻ്റെ ഭൂപടത്തിൽ ഗൾഫ് ഓഫ് ഖമ്പത്ത് എന്ന കടലിടുക്കിൻ്റെ ഒരു വശത്ത് നിഷ്കളങ്ക് മഹാദേവും മറുവശത്തുള്ള വഡോദര ജില്ലയിലെ ബറൂച്ച് എന്ന സ്ഥലത്തിനടുത്തുള്ള സ്തംഭേശ്വർ മഹാദേവും കാണാൻ സാധിക്കുക എന്നുള്ളതായിരുന്നു ഈ യാത്രയുടെ ലക്ഷ്യങ്ങൾ. കടലേറ്റവും കടലിറക്കവുമായി ബന്ധപ്പെട്ട 2 വിസ്മയങ്ങളാണ് ഈ പുണ്യഭൂമികൾ നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 100-ലധികം കിലോമീറ്ററുകൾ താണ്ടി ഉച്ചയ്ക്ക് 1 മണിയോടെ നിഷ്കളങ്ക് മഹാദേവിലെത്തി. ഇവിടെ കരയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്ററിനപ്പുറം കടലിലൊരു പാറയുണ്ട്. വേലിയിറക്ക സമയത്ത് ഈ പാറ ദൃശ്യമാകുകയും നമുക്ക് കടൽ തട്ടിലൂടെ നടന്ന് ആ പാറയിൽ എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യും. വൈകുന്നേരം 4 മണിയോടെ വേലിയേറ്റം തുടങ്ങും. സന്ധ്യയുടെ വരവോടെ ഈ പ്രദേശം ജലം കൊണ്ട് നിറയും. ഒപ്പം ശൂന്യത പുതച്ച് മയങ്ങും. കടൽ കരയിലെത്തിയപ്പോൾ തന്നെ വിദൂരതയിൽ കടലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മഹാത്ഭുതം കാണപ്പെട്ടു.
കടൽ പിൻവലിഞ്ഞതറിഞ്ഞ് കാറിൽ നിന്നും ഞാൻ വേഗമിറങ്ങി കടൽ തട്ടിലൂടെ മുന്നോട്ട് നടന്നു. സമയം 1 മണി. നല്ല വെയിൽ. ആളുകൾ കടൽ തൽക്കാലത്തേക്ക് മാറിക്കൊടുത്ത് രൂപപ്പെട്ട മണൽത്തട്ടിലൂടെ നീങ്ങുന്നതിനൊപ്പം ഞാനും മുന്നോട്ട് നീങ്ങി. കാഠിന്യമേറിയ പ്രതലമാണിവിടെ. അതുകൊണ്ട് തന്നെ കാലിനുണ്ടായ വേദനയെ മറികടക്കാൻ അവിടെയുണ്ടായിരുന്ന ചെറിയ നീർച്ചാലുകളിലൂടെ ഞാൻ നടന്നു. വഴിയിൽ കച്ചവടക്കാർ, ഭിക്ഷക്കാർ, മഹാദേവന്റെ അനുഗ്രഹം തേടിയെത്തുന്നവർ, ദേശാടനം, തീർത്ഥാടനം എന്നിങ്ങനെ പല ഉദ്ദേശത്തിലുള്ള ജനത്തെ ഇവിടെ കാണാൻ കഴിഞ്ഞു. കടലൊഴിഞ്ഞു തന്നതിൻ്റെ സുഖാലസ്യത്തിൽ മുഴുകിയ ഒരാൾ പരിസരത്തിൻ്റെ യാതൊരു ചലനങ്ങളും അറിയാതെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ആ പാറയിൽ നടന്നെത്താൻ കഴിയാത്തവരെ ഓട്ടോറിക്ഷയിൽ കടൽ തട്ടിലൂടെ കൊണ്ടുപോകുന്ന കാഴ്ച എന്നിൽ അത്ഭുതം നിറച്ചു. കാരണം കടൽ ഏതാനും മണിക്കൂറുകൾ മാത്രം നമുക്കായി മാറിത്തരുന്ന ഇടവേളയിലാണ് പലരും പല വിധത്തിൽ ജീവിതമാർഗം കണ്ടെത്തുന്നത്. ഞങ്ങളുടെ സാരഥി മനീഷ് മുന്നിൽ നടക്കുന്നുണ്ടായിരുന്നു. 1 കിലോമീറ്റർ താണ്ടി വേണം ലക്ഷ്യത്തിലെത്തുവാൻ. വഴിമധ്യേ പഴക്കം കണക്കാക്കാൻ പറ്റാത്ത നന്ദികേശ പ്രതിമകൾ കാലപ്പഴക്കത്തിൽ നിന്നുണ്ടായ ക്ഷതങ്ങളോടെ ആ വഴിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. വലിയ 2 പതാകകൾ അവിടുത്തെ ബൃഹത്തായ സ്തംഭങ്ങളിൽ പാറിക്കളിക്കുന്നുണ്ട്. കടലൊഴിഞ്ഞു തന്ന മണൽത്തട്ടിലൂടെ പ്രകൃതിയോട് സല്ലപിച്ച് ഞാൻ ആ സ്തംഭങ്ങൾക്ക് സമീപമെത്തി ആ പ്രതലത്തെ തൊട്ട് നമസ്കരിച്ചു. ഉച്ചവെയിലിൻ്റെ കാഠിന്യത്തിലും ആ മഹാത്ഭുതം നിറച്ച ആവേശത്തിലായിരുന്നു ഞാൻ. രാത്രിയോടെ ഈ സ്തംഭങ്ങളുടെ ഏകദേശം 10 അടിയോളം സമുദ്രജലം ഉയരും. ഇപ്പോൾ ഈ പാറയും കടന്ന് ഏതാണ്ട് 200 മീറ്ററോളം അപ്പുറത്താണ് കടലുള്ളത്. ഏകദേശം 5000 വർഷത്തിനപ്പുറം ദ്വാപരയുഗത്തിലാണല്ലോ മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട് പാണ്ഡവരുടെ അജ്ഞാതവാസം നടന്നിട്ടുള്ളത്. പഞ്ചപാണ്ഡവരാൽ സ്ഥാപിക്കപ്പെട്ടവയാണ് നിഷ്കളങ്ക് മഹാദേവിലെ 5 ശിവലിംഗങ്ങൾ. മഹാഭാരതവും പാണ്ഡവരുമെല്ലാം ഇവിടുത്തെ ഈ ശിവലിംഗങ്ങളിലൂടെ എൻ്റെ മനസ്സിൽ കയറിയിറങ്ങി. സമയം പോയത് അറിഞ്ഞതേയില്ല. അവിടെ നിന്നും വാങ്ങിയ നിലക്കടല കുറച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പതിയെ വെള്ളം പാറയുടെ അടുത്തേക്ക് വരുന്നത് കണ്ടു. സന്ദർശകർ ഇവിടെ ഞങ്ങൾക്ക് മാത്രമായി ഒഴിഞ്ഞു തരണമെന്ന് മഹാദേവന്റെ കാവലാളായ കടലും അവിടെ പാറിപ്പറക്കുന്ന കടൽ പറവകളും സൂചന തരുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. കടൽ പാറയുടെ അടുത്തെത്തി. ആളുകളും അവർക്കൊപ്പം ഞങ്ങളും തിരിച്ചു കയറുന്ന വെള്ളത്തിനൊപ്പം നടന്നു തുടങ്ങി. കരയിലേക്ക്. അപ്പോഴും ചിലർ പാറയെ ലക്ഷ്യമാക്കി നടക്കുന്നുണ്ടായിരുന്നു. അവർക്ക് അവിടെ കിട്ടുന്ന സമയം വളരെ തുച്ഛമാണല്ലോ എന്ന് ഞാൻ ഓർത്തു. സുഖനിദ്രയിലായിരുന്ന ശ്വാനൻ സുരക്ഷിത താവളം തേടി പൊയ്ക്കഴിഞ്ഞു. പാറയിൽ നിന്നിരുന്ന കച്ചവടക്കാരും കരയിലേക്ക് വാണിഭം മാറ്റിയിരിക്കുന്നു. പിറകിലോട്ട് നോക്കി. അപ്പോൾ ഞങ്ങൾ നിന്നിരുന്ന ആ പാറയും ശിവലിംഗങ്ങളും സമുദ്രജലത്താൽ ചുറ്റപ്പെട്ടിരുന്നു. ചിലർ പിന്നെയും ആ പുണ്യതലത്തിനെ വിട്ടുപോവാൻ മനസ്സില്ലാതെ ജലത്തിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു.
കരയിലെത്തി സന്ധ്യയോടെ കടൽ കാഴ്ചകളിലേക്ക് വീണ്ടും കണ്ണുകൾ നീണ്ടപ്പോൾ നമ്മെ ചേർത്ത് പിടിച്ചിരുന്ന ആ പാറ പൂർണ്ണമായും സമുദ്രത്തിനടിയിലായി. നിഷ്കളങ്ക് മഹാദേവന് സമുദ്രം ജലതൽപ്പം ഒരുക്കിയിരിക്കുന്നു. ജലത്താൽ മഹാദേവന് അഭിഷേകം നടത്തി പൂജ ചെയ്യുന്ന സമുദ്രം എന്നും മനസ്സിൽ നിന്നും വിട്ടുമാറാത്ത മഹാവിസ്മയം തന്നെ. സന്ധ്യയോടെ ആ പ്രദേശം ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. അർദ്ധരാത്രിയിൽ ഇപ്പോൾ ഞങ്ങളിരിക്കുന്ന ഈ കടൽത്തിട്ടയും സമുദ്രത്താൽ മറയുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു തന്നു. ഈ മഹാപ്രപഞ്ചത്തെ വണങ്ങി ആ കാഴ്ചയുടെ സായുജ്യത്തിൽ ആ കടലോര ഗ്രാമത്തിൽ നിന്നും ഭാവ്നഗറിലെ ഹോട്ടലിലേക്ക് മടങ്ങി. പിറ്റേന്ന് രാവിലെ പ്രാതലിനു ശേഷം അടുത്ത യാത്ര ആരംഭിച്ചു. സമുദ്രത്തിൻ്റെ ഓരം ചേർന്ന് ഒരു യാത്ര. വഡോദരയാണ് ലക്ഷ്യം. ഇനിയുള്ള സമുദ്ര വിസ്മയം സ്തംഭേശ്വർ മഹാദേവാണ്. ബറോഡ ജില്ലയിലെ ബറൂച്ച് എന്ന സ്ഥലത്തിനടുത്താണ് സ്തംഭേശ്വർ മഹാദേവ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന കടലിടുക്കിൻ്റെ പടിഞ്ഞാറ് തീരത്തുകൂടി യാത്ര ചെയ്ത് വടക്കേ അറ്റത്തു ചെന്ന് കിഴക്ക് വശത്തുള്ള തീരത്തുകൂടി വേണം സ്തംഭേശ്വർ എത്താൻ. ഭാവ്നഗറിൽ നിന്നും പുറപ്പെട്ട് സമുദ്ര തീരത്തുകൂടി മുന്നോട്ട് പോകുമ്പോൾ റോഡിൻ്റെ വലതുഭാഗത്ത് ധാരാളം ഉപ്പുപാടങ്ങൾ നമുക്ക് കാണാം. ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്ത് ബൊർസാദ് എന്ന സ്ഥലത്തെത്തി. ഈ പാതയിൽ നിന്നും ഇറങ്ങി അണ്ടർപാസിലൂടെ വലത്തോട്ട് തിരിഞ്ഞ് മഹുവാട്ട് എന്ന സ്ഥലത്തേക്ക് തിരിച്ചു. കമ്പത്ത് കടലിടുക്കിൻ്റെ വടക്കേ അറ്റത്ത് വന്നു ചേരുന്ന മഹീസാഗർ എന്ന നദിക്ക് കുറുകെയുള്ള പാലം കടന്ന് കടലിടുക്കിൻ്റെ കിഴക്കേ അതിർത്തിയിലെത്തി. കൻസാർ എന്ന സ്ഥലത്തുകൂടി യാത്ര ചെയ്ത് സരോദ് എന്ന ഗ്രാമത്തിലെത്തിയപ്പോൾ ഉച്ചയായി. ഇതിനു സമീപമാണ് നിഷ്കളങ്ക് മഹാദേവിലേതുപോലെ തന്നെ സമുദ്രത്താൽ അഭിഷേകം ചെയ്യപ്പെടുന്ന സ്തംഭേശ്വർ മഹാദേവ്. തികച്ചും ഗ്രാമീണമായതും എന്നാൽ എത്തിപ്പെടാൻ വളരെ ദുഷ്കരമായതുമായ ഒരിടം. സമുദ്രതീരത്തെത്തിയപ്പോൾ തന്നെ വേലിയിറക്ക സമയമായതിനാൽ കടൽ കരയിൽ നിന്നും അകലെ മാറി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഏതാണ്ട് 2 മണി കഴിഞ്ഞിരുന്നു. വിജനമായ ഒരിടം. തീരത്തും നടപ്പാതയിലും അപ്പോഴും ജലാംശം കാണാമായിരുന്നു. രാത്രിയിലും രാവിലെയും വേലിയേറ്റ സമയത്ത് ഈ ശിവലിംഗം സമുദ്രജലത്തിൽ മുങ്ങുകയും ഉച്ചയ്ക്ക് വേലിയിറക്കത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഉച്ചയോടുകൂടിയേ സ്തംഭേശ്വർ ദർശനത്തിന് എത്താൻ കഴിയുകയുള്ളൂ. സ്തംഭേശ്വരുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യമുണ്ട്. ശിവഭക്തനായിരുന്ന താരകാസുരനെ നിഗ്രഹിച്ചതിന് ശേഷം മഹാദേവനെ പ്രീതിപ്പെടുത്തുവാൻ സുബ്രഹ്മണ്യൻ പ്രതിഷ്ഠിച്ച ശിവലിംഗമാണ് സ്തംഭേശ്വർ എന്ന ഐതിഹ്യം അവിടെയുണ്ടായിരുന്ന പണ്ഡിറ്റിൽ നിന്നും അറിയാൻ സാധിച്ചു. പ്രപഞ്ചനാഥനെ സ്മരിച്ച് അവിടുത്തെ ഏകാന്തതയിൽ സമയം ചിലവഴിച്ചു. ആ സമുദ്ര നിശബ്ദതയുടെ ശൂന്യതയിൽ അലിഞ്ഞ് വൈകുന്നേരത്തോടുകൂടി യാത്ര പറഞ്ഞ് സമുദ്രം കരുതിവെച്ച ഈ വിസ്മയവും ആസ്വദിച്ച് സന്ധ്യയ്ക്ക് മുൻപേ തന്നെ വഡോദരയിലേക്കുള്ള മടക്കം.